പ്രതിഭ എം.എൽ.എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തൽ. കേസ് വിവരങ്ങൾ എം.എൽ.എയോട് പറഞ്ഞപ്പോഴും വീഴ്ച സംഭവിച്ചു. ദക്ഷിണ മേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് പരാമർശം. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേർന്നു. രഘു, എന്ത് തരത്തിലാണ് ഈ വീഴ്ച പറ്റിയെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? മോദി ഡിസംബർ 28-ാം തീയതിയാണ് പ്രതിഭ എം.എൽ.എയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 തകഴിയിൽ നിന്ന് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്. 2 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. തുടർന്ന് പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനും എക്സൈസ് കേസെടുത്തു. ഇതിന് പിന്നാലെയാണ് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകി ദ്രോഹിക്കുന്നു എന്ന് പ്രതിഭ എം.എൽ.എ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുകയും തുടർന്ന് വലിയ വിവാദമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെ എം.എൽ.എ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും അടക്കം പരാതി നൽകിയത്. അതിൻ്റെ തുടർ നടപടികൾ എന്ന വണ്ണം കഴിഞ്ഞ ആഴ്ച ഈ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തിരുന്നു. ഈ മൊഴി ഉദ്യോഗസ്ഥരുടെ മാത്രമല്ല എം.എൽ.എയുടെ അടക്കം മൊഴിയെടുത്തിരുന്നു. ഈ മൊഴിയെടുപ്പിൻ്റെയൊക്കെ ഒരു അവസാന ഭാഗം എന്നുള്ളതാണ് ഇന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായി നേരത്തെ പറഞ്ഞതുപോലെ 3 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഇത് 2 പേരുടെ കൈവശമായിരുന്നു. ഇവർക്കെതിരെ കേസെടുത്തു. ബാക്കി 7 പേരെ കഞ്ചാവ് ഉപയോഗിച്ചതിനാണ് കേസിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ ഉൾപ്പെടുത്തിയതുമായി ഇവർ കഞ്ചാവ് വലിച്ചതിന് ദൃക്സാക്ഷികളില്ല. ഒപ്പം തന്നെ മെഡിക്കൽ പരിശോധന നടത്തുന്നതിലും വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യപരമായ നടപടിക്രമങ്ങളിലുണ്ടായ വീഴ്ച. എന്നു മാത്രവുമല്ല, മകനെ പിടികൂടിയതറിഞ്ഞ് എം.എൽ.എ എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിക്കുകയും മകൻ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നാൽ മകൻ കേസിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ നൽകിയത്. ഈ ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ചാണ് എം.എൽ.എ സമൂഹ മാധ്യമങ്ങളിലടക്കം മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുന്നു, മകനെ കേസിൽ ഉൾപ്പെട്ടില്ല, അല്ലെങ്കിൽ മകനെതിരായി കഞ്ചാവ് കേസില്ല എന്ന തരത്തിൽ പോസ്റ്റ് ഇട്ടത്. അത്തരത്തിൽ എം.എൽ.എ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ഈ 2 കാര്യങ്ങളിലാണ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നിരിക്കുന്നത്. ദക്ഷിണ മേഖല ജോയിന്റ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സാധാരണ നിലയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കാരണം സാധാരണ നിലയിലുള്ള കേസുകളിലെല്ലാം ഈ നടപടിക്രമങ്ങളാണ് പാലിക്കുന്നത്. പക്ഷേ ഏതെങ്കിലും പരാതിക്കാരൻ അല്ലെങ്കിൽ ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആൾ നിയമപരമായ നടപടിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ള പരിശോധന നടത്തുകയും എവിടെയാണ് തെറ്റുപറ്റിയതെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നത്. ശരി രഘു.